പോർച്ചുഗീസുകാർ കേരളത്തിൽ വന്നു കഴിഞ്ഞാണ് സീനാകെ മാറിയതെന്ന് പാർട്ട് 2-ൽ പറഞ്ഞായിരുന്നല്ലോ. ആസ് പെർ ദെയർ ഒബ്സർവേഷൻ, ഇവിടുത്തെ ക്രിസ്ത്യൻസ് ലാറ്റിൻ കുർബാനകൾക്ക് പകരം സിറിയാക് മൊഴിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവർ നോക്കിയപ്പോൾ ഇവിടുത്തെ നസ്രാണികളിൽ യൂറോപ്യൻ രീതികൾ ഒന്നുമില്ലായിരുന്നു. ആസ് എ റിസൾട്ട് വാസ്കോ ഡി ഗാമയും പുള്ളിയുടെ ഗ്യാങ്ങും നമ്മൾ പറയുന്നത് പോലെ മാത്രം മതി എന്ന് പറഞ്ഞ് ലോക്കൽ നസ്രാണികളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ദേ വെന്റ് ടു എൻ എക്സ്റ്റെൻഡ് ദാറ്റ് ഡയാംപർ സിനോഡ് വഴി അവരുടെ കസ്റ്റംസും ബുക്സും എല്ലാം ബാൻ ചെയ്ത് ഫോഴ്സ്ഡ് ലാറ്റിനൈസേഷൻ നടത്തി. പക്ഷേ നമ്മുടെ സ്വന്തം നസ്രാണികൾ ചുമ്മായിരിക്കും. അവരെ തിരിച്ചടിച്ചു. ഇൻ 1653 മട്ടാഞ്ചേരിയിൽ ഉള്ള ഒരു വലിയ കൽക്കുരിശിൽ ആളുകൾ കൂടി ഒരു വലിയ കയറ് കെട്ടി ആത്മാർത്ഥമായ ഒരു പ്രതിജ്ഞ എടുത്തു: ഞങ്ങൾ ഈ പറങ്കികളുടെ അടിമത്വം തള്ളിപ്പറയുന്നു. ഇതാണ് ചരിത്രത്തിലെ ഫേമസ് ആയ കൂനൻ കുരിശ് സത്യം ഓർ കൂനൻ ക്രോസ് ഓത്ത്. അങ്ങനെയാണ് കേരള ക്രിസ്ത്യൻസ് മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സായി സ്പ്ലിറ്റ് ആയത്. ഈ 3 പാർട്ട് സീരീസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുക.